ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പോകുന്നത് തായിഫ് ഹദാചുരം കയറി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, വാട്ടർഫാൾസ്. ഉറൂസുൽ ഹദ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇതായി കാണുന്നുണ്ടോ, ഇത് നമ്മൾ താഴെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നടന്നു വരികയാണ്. ഇത് മുകളിൽ പോകാണ്ട് ഇവിടെ മുകളിൽ കുറേ വണ്ടികൾ കാണാം. ഇതങ്ങനെ കയറി ഇതാ ആ തലക്കലെത്തണം, കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ മുകളിലേക്ക് വണ്ടി കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് താഴെ വണ്ടി എടുത്തിട്ട് വെള്ളം എടുത്തായിട്ട് കയറി പോരുന്നത്. ഇന്ന് മൊത്തം യാത്ര തന്നെയായിരുന്നു. അതാ ചുരത്തിൻ്റെ അവിടെ അല്ല, അത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെയാണ് ഇവിടേക്കുള്ള വഴി. ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ താഴെ പോസ്റ്റ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ലൊരു കയറ്റാണ് കേട്ടോ. ഇത് കയറിയിട്ട് ഇങ്ങനെ പോരുകയാണ്. നമ്മുടെ കൂടെ 4 ആളുകൾ നിരന്ന് കിടക്കുന്നുണ്ടല്ലേ. അതെ, വേറെ ആക്കുന്നത് പോകുന്നു വേണ്ട, നിങ്ങൾ അങ്ങനെ നടന്നാൽ. പ്രമുഖ സഞ്ചാരികളായ സയ്യിദ്, നമ്മുടെ എല്ലാമായ റംഷാദ്, പിന്നെ ഷഫാത്തും അർഷദും. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ വീഡിയോയിലും ഉണ്ടാവും. പുച്ഛല്ല, വെറും പുച്ഛല്ല, 1.5 പുച്ഛം. ഇവിടെയൊക്കെ ഇതിൻ്റെ സൈഡുകളൊക്കെ പിന്നെ കൃഷി നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒട്ടകം മേയ്ക്കുന്ന ആൾക്കാരുണ്ട്. നേരത്തെ നമ്മൾ വർഷം കഴിക്കാതിരിക്കുന്ന സമയത്ത് കുറേ ഒട്ടകങ്ങൾക്ക് പോകുന്ന കണ്ടു. ഒട്ടകത്ത് മേയ്ക്കുന്ന ആൾക്കാർ, സോറി പറഞ്ഞ് തെറ്റിപ്പോയതാണ്. അതായത് ആരാലും ഇങ്ങനെ കയറ്റം കയറി കഴിഞ്ഞാലേ ക്ഷീണിച്ചു പോകും. നമ്മൾ അവസ്ഥ നോക്കിയേ, ഇത് കുത്തന കയറ്റാണ്. ഈ വീഡിയോയിൽ അങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കയറ്റം ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നമുക്ക് റംഷ 2 വാക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് വേണ്ടി, ഒരു സഞ്ചാരി നിലക്ക് എന്ത് പറയുന്നു ഇതിനെ പറ്റി? ഒരുപാട് ആളുകളെ കറക്കി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. റംഷാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സഞ്ചാരി ജിദ്ദയുടെ നട്ടലാണ്. ഒരുവിധ സ്ഥലങ്ങളൊക്കെ കണ്ടെത്താറുള്ളത് റംഷാദ് തന്നെയാണ്. അത്ഭുതം തന്നെയാണ് നമ്മളെ റംഷാദ്. പക്ഷെ എന്താ ചെയ്യുക, അത് നാട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര വിഷമമുണ്ട്. നീ പറയാം, നമുക്ക് സ്ഥലങ്ങളൊക്കെ ലൊക്കേഷൻ അയച്ചു തരാം. ആർക്കൊക്കെ വിഷമം ഉണ്ടാവില്ലേ? എങ്ങനെയുണ്ട്, ക്ഷീണിച്ചോ? എല്ലാ ആഴ്ചയും പോരണം അങ്ങനെ, എല്ലാ ആഴ്ചയും ഇതുപോലത്തെ കയറ്റം കയറി അങ്ങനെ ഉണ്ടാവും. സൈദോ, ജിമ്മാൻ സൈദ് എന്ന് പറയുന്നു, കയറ്റം കയറി ക്ഷീണിച്ചോ? ഞാൻ ക്ഷീണിച്ചോണ്ടിരിക്കൂലേ, 1.5 മണിക്കൂർ എന്നുണ്ട് കാര്യമില്ലല്ലോ. എന്നും 1.5 മണിക്കൂർ കയറുന്നത് നിങ്ങൾക്ക് പുല്ലാണെന്നാണ് സൈദ് പറയണത്. അങ്ങനെ ഷഫാത്തോട് വെച്ചോക്കാം. എന്ത് പറയണോ? അയ്യോ, ഒന്നും പറയാൻ കഴിയില്ലാന്ന്. എന്തെങ്കിലും പറയണെങ്കിൽ ശ്വാസം കിട്ടണല്ലേ? ഓരോരുത്തർ എക്സ്പ്ലോർ കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടത്, നമ്മൾ കയറുന്നില്ല, അവരൊക്കെ തിരിച്ചു പോകാൻ തുടങ്ങി. നമ്മൾ വിചാരിക്കണത് വൈകുന്നേരം സമയത്ത്, അതായത് സൂര്യൻ അസ്തമിച്ച് വരുന്ന സമയത്ത് ആ കാഴ്ച കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് കയറിയത്. പിന്നെ വീഡിയോ സൗണ്ടൊന്നും അത്ര ഉഷാറുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല കുഴങ്ങിയാണ്. ഇനിയും കുത്തനെ കയറ്റാണ്. ഇവരൊക്കെ ഓടി കയറുന്നുണ്ട്, എന്തിനാണാവോ. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇതാ ഫുള്ള് കൃഷികളാണ്. കൃഷി നനക്കാൻ വേണ്ടി മൊത്തമായിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു വേനൽ സമയം കാണുന്ന സമയത്ത് നല്ല കൃഷികൾ കാണാൻ പറ്റും. ഇവിടെ പല തരത്തിലുള്ള കൃഷികൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ മുകളിലെത്തിയിട്ടില്ല കേട്ടോ, കയറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇനിയും കുറച്ചും കൂടെ കയറാനുണ്ട്. അപ്പോൾ വരുന്ന ആളുകൾ സാധാരണ കയറി പോന്നാൽ സുഖമായിട്ട് മുകളിലേക്ക് എത്താൻ പറ്റും. തിരക്കൂട്ടി ഓടിയിട്ടൊന്നും കാര്യമില്ല, മുകളിലെത്തൂല. നേരത്തെ 2 അടി വെച്ച് ഞാനിപ്പോൾ 1 അടിയേ വെക്കുന്നുള്ളൂ. കഴിഞ്ഞു, ചാർജ് തീർന്നു. വെള്ളമാണോ ദാസ? വേണ്ട, വെള്ളം കുടിക്കണ്ടല്ലോ. വേണ്ടെന്നാണ്, പക്ഷെ വേണമെന്നാ പറഞ്ഞത്. മാറിപ്പോയതാണ് പറഞ്ഞത്. നമ്മൾ ഏകദേശം മുകളിലേക്ക് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടല്ലേ, നിറയെ വാഹനങ്ങളുണ്ട്. ധാരാളം ആളുകൾ വരുന്ന സ്ഥലം തന്നെയാണ്. ധാരാളം ഇന്തോനേഷ്യക്കാരുണ്ട്, സൗദികളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്. മുകളിലേക്ക് വീണ്ടും കയറാൻ കേട്ടോ. നമുക്കിനി കയറാനില്ലാന്ന് തോന്നുന്നുണ്ട്. ഇതിനടുത്ത് ആയി തന്നെയാണ്
ഈ ഒരു ലൊക്കേഷനിൽ. അപ്പോൾ ഏകദേശം നമ്മൾ ഈ സ്പോട്ടിനടുത്ത് എത്തിയിട്ടുണ്ട്. ഈ വാഹനം നിർത്തിയതിൻ്റെ അപ്പുറം ആയിരിക്കാം ആ ഒരു സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. ഇതാ ഇങ്ങോട്ടാണ് വഴി കാണുന്നത്. അപ്പോൾ താക്കിന് കുറച്ച് ഇറങ്ങി പോകാണ്ടാവും. കയറ്റം കയറിയ ബുദ്ധിമുട്ട് നമുക്ക് ഇറങ്ങി പരിഹരിക്കാൻ പറ്റും. നമ്മൾ ഇന്നലെ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ സൂം ചെയ്ത് തരാം. നമ്മളിങ്ങനെ വാതി ഒഴുകി പോകുന്നുണ്ട് കണ്ടോ. അങ്ങനെ വാതി ഇങ്ങനെ ഈ രണ്ട് മലകൾക്കിടയിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. അത്യാവശ്യം നല്ല ആഴത്തിലാണുള്ളത് കണ്ടോ. ഇവിടെ ഇങ്ങോട്ട് വണ്ടി ഈ ഭാഗത്തേക്ക് വണ്ടി കയറ്റി വിടില്ല, അവിടെ കല്ല് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്കാണ് ഇനി ഇറങ്ങാനുള്ളത്. പിന്നെ ഈ മലൻ്റെ ചുറ്റുഭാഗത്ത് കണ്ടോ ധാരാളം ആളുകൾ അവിടെ മലമ്പ് നിൽക്കുന്നുണ്ട് കണ്ടോ. കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ. അതൊക്കെ മുകളിലേക്ക് കയറാൻ പറ്റിയ സ്ഥലങ്ങളാണ്. നമുക്ക് കാണേണ്ട കാഴ്ചയാണ് കാണുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കാണുന്നില്ലേ. ഒരു സമ്മേളനത്തിന് ആളുകൾ ഇപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് വേറെയും കുറേ ആളുകൾ ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാണ്ടൊരു വഴിയുണ്ട്, അതിലിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ എവിടെ എത്തുന്ന സ്ഥലം ഇതിൻ്റെ താഴെ ഭാഗമാണ്. ഈ ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴുകി പോകുന്നൊരു വഴിയാണിത്. ഇതൊക്കെ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചകളാണ്. കാരണം ഈ മരുഭൂമിൻ്റെ അകത്ത് ഇതുപോലെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാകുന്നു, അത്ര മനോഹരമായിരിക്കും അവർക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയൂല. എത്രയോ പ്രാവശ്യം നമ്മൾ ആദാചുരത്തിലേക്ക് ഈ മുകളിലത്തെ റോഡിലൂടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ ശ്രദ്ധയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഒരിക്കലും പെട്ടിട്ടില്ല, പെടില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പ്രതീക്ഷയിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്തായാലും ഞാൻ വീഡിയോക്ക് താഴെ ഷെയർ ചെയ്യാം. കാരണം നല്ല രസമുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്, എന്തായാലും പോയി കാണേണ്ട സ്ഥലമാണ്. ഇത് കുറേ ദൂരത്തുനിന്നുള്ള കാഴ്ചയാണ്. അടുത്തേക്ക് പോയി നോക്കാം. നിറയെ ഫാമിലികൾ ഇവിടെ നിന്നിട്ടുണ്ട്. ഇതിൻ്റെ തായ്വാരം എന്ന് പറയുന്നത് ഇതാ. അപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ വീണിട്ട് പിന്നെ ആ വെള്ളം ഇങ്ങനെ വൈകി പോകുന്ന ഈ ഒരു ഭാഗത്ത് നിറയെ ആളുകൾ ഇതാ. കുറച്ചൊന്നല്ല, ഒരുപാട് പേരുണ്ട്. വിദേശികളും സ്വദേശികളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ വന്നിട്ട് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 4 മണിയാണ്. ഈ ഒരു സമയം ആയപ്പോഴേക്കും ഈ ഒരു ഭാഗം മൊത്തമായിട്ട് ഇത്ര ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 മണി 6 മണി ആകുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എത്രത്തോളം ആളുകൾ ഉണ്ടാവും എന്നുള്ളത്. ഷഫാത്ത് ഭായി എന്താ പറയുന്നു? ഒരു രക്ഷയില്ലല്ലേ. റംഷാദ് പറയുമ്പോ സാധാരണ നമുക്കൊരു പുഞ്ഞുണ്ടാകണ്ട്. അതെ, റംഷാദ് തന്നെ എത്രത്തോളം മനോഹരാവെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. മുമ്പ് നമ്മള് ഒരു വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടി പോയ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ അന്ന് നിങ്ങൾ കുളിച്ചല്ലോ. അബാല വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിച്ചത് ഓർമ്മ ഉണ്ടല്ലോ. ആ വീഡിയോ ചെയ്തിരുന്നു. അന്ന് ധാരാളം ആളുകൾ അവിടെ വെള്ളച്ചാട്ടം എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതാ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് കൊണ്ടുപോയ ആളാണ് റംഷാദ്. എന്നിട്ട് വെള്ളച്ചാട്ടം ഇല്ല, വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ട്. പക്ഷേ ഈ ഭാഷ അങ്ങനെയല്ല, വെള്ളച്ചാട്ടം ഉണ്ട്, അടിപൊളി വെള്ളച്ചാട്ടമാണ്, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഓ, ഇന്നൊക്കെ ഷഫാത്ത് ഫോട്ടോ എടുത്ത് പൊളിക്കും. ഫോട്ടോ ഒക്കെ മറ്റേ നല്ല അടിപൊളി സ്ഥലമാണല്ലേ. ഇതുണ്ടോ ഓരോ ആളുകൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാഴ്ചകൾ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ പച്ചപ്പം നോക്കിയേ, ഞാൻ ഒന്ന് വൈഡാക്കി എടുത്തരാം. കാണുന്നുണ്ടോ എന്ത് മനോഹരം നോക്കി. ഇതാണ് നമ്മളെ വെള്ളച്ചാട്ടം. ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളച്ചാട്ടം ഇങ്ങനെ നമുക്ക് മനോഹരമായിട്ട് കാണാം. ഒരുപാട് ഉയർന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. എന്നാൽ അത്ഭുതം തന്നെയല്ലേ, എവിടുന്നേക്ക് വെള്ളം വരുന്നത്.
അപ്പോൾ അതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ. പിന്നെ ഈ വെള്ളച്ചാട്ടേ വല്ല കട്ടർവെള്ളമാണോ? ഇത് നാച്ചുറൽ വെള്ളമാണോ എന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇതിന് കുറേ മുമ്പ് വെജ് വാലിയോ അല്ല ഗ്രീൻ വാലി, ജിദ്ദയിൽ ഗ്രീൻ വാലി പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കുറേ മലയാളീസ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ സംഭവിച്ചെന്താ വെച്ചാൽ ആ വെള്ളം വരുന്നത് പിന്നെ മറ്റേ ഇവിടെ നിന്നാണെന്നുള്ളത് കട്ടർവെള്ളമാണ് പിന്നെ മനസ്സിലായത്. ഓർമ്മ ഉണ്ടെങ്കിൽ ഗ്രീൻ വാലി കുറെ ആളുകൾ കുളിക്കാനും എന്തോ ഇന്ന് മലയാളീസിന്റെ ഒക്കെ ആവേശം. ഞാൻ പോയിട്ടില്ല കേട്ടോ, ഞാൻ പോയിട്ടില്ല കേസ്. അല്ല ഞാൻ പോയിട്ടുണ്ട്, കാണാൻ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ കുളിച്ചിട്ടില്ല. അന്ന് എനിക്ക് സംശയമുണ്ട് ആ കട്ടർവെള്ളമാണോ എന്നില്ല. അപ്പൊ അതുപോലെ ഇതും കട്ടർവെള്ളമാണോ നമുക്ക് അറിയൂല. അറിയുന്ന ആളുകൾ കമന്റ് ചെയ്യാം. കുടിച്ചു നോക്കിയോ. അപ്പൊ നമ്മളെ ബാക്ക് കാണുന്ന കാഴ്ച ഉണ്ടല്ലേ, വാ. ഇങ്ങനെ വരുന്ന വെള്ളം ഒരുപാട് മുകളിൽ നിന്നാണ് ഇത് വീഴുന്നത്. അത് താഴെ നിന്ന് കുളിക്കാൻ രസം ഉണ്ടാവില്ലേ? പക്ഷേ ഇത് ഇവിടെയൊക്കെ വെള്ളം പിന്നെ വേസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പിന്നെ ചണ്ടിട്ട് അത് കെട്ടി കടന്നിട്ടൊക്കെ ആകെ വെള്ളം വേസ്റ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. അവിടെയൊക്കെ ധാരാളം ആളുകൾ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഒരു സഞ്ചാരി ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണത്. ഈ വെള്ളം ആകെ മലിനാക്കിയിട്ടുണ്ട്. എന്തായാലും വൈബ് എന്ന് പറഞ്ഞാൽ വെറുംജാതി വൈബ്. അപ്പോൾ ഗൈസ്, അപ്പം എല്ലാവരും തായിഫ് ഭാഗത്തുള്ള എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട സ്ഥലമാണ്. തായിഫ് മാത്രമല്ല, തായിഫിന് ചുറ്റുഭാഗമുള്ള ജിദ്ദ, മക്ക നിവാസികൾക്ക് വരാൻ പറ്റിയ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. രാവിലെ വന്നാൽ വൈകുന്നേരം എണീറ്റ് പോയാൽ മതി. രാവിലെ വരിക, പിന്നെ ഭക്ഷണമായിട്ട് വരിക, ചായ ചൂടാക്കാനുള്ള കെറ്റിലും കാര്യങ്ങളും കൊണ്ടുവന്നാൽ ചായ ഉണ്ടാക്കി ഇവിടെ കുടിച്ചിങ്ങനെ ഇരുന്നാണ്ടല്ലോ നല്ല മുതൽ ഫോട്ടോയും കിട്ടും. പിന്നെ ഒരു വൈബ് ആയിരിക്കും. അതെന്താ അതൊക്കെ അത് ചെയ്ത് പറഞ്ഞ പോലെ തന്നെയാണ്. വെള്ളച്ചാട്ടം എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഇപ്പം ഒരു തണുപ്പ് കാലാവസ്ഥയാണ് ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വെള്ളച്ചാട്ടം വന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഇത് വെള്ളച്ചാട്ടം ഉണ്ടായിക്കോളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്നുള്ളൊരു കാഴ്ച കാണാം. അടുത്തേക്ക് നമുക്ക് കയറാൻ പറ്റും, കയറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാം വൈഡാക്കി ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ, എല്ലാ ഭാഗവും കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അത്യാവശ്യം നമ്മളിതാ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആളുകൾക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കി. ഇനി പല ഭാഗങ്ങളായിട്ട് പലരും നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ചവിട്ടി കയറുന്നുണ്ട് മുകളിലേക്ക്. അവിടെ ഒരാൾ വീശി കാണിക്കുന്നുണ്ട്. ഓ അവിടെ എത്തിയില്ലേ? ബാക്കിയുള്ള സമ്മതം കൂടെ നമ്മൾ കുറേ സൗദി ചക്കന്മാർ ഇരിക്കുന്നുണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടം കണ്ട ക്ഷീണം ഇതുവരെ റംസാന്റെ മുഖത്ത് മാറിയിട്ടില്ല. അതിന്റെ അമ്പരപ്പിലാണ് ഇപ്പോൾ റംസാൻ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് നിന്ന് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച കാണാം. നേരെ പോകുന്നതിന് പകരം ഒന്ന് സൈഡിൽ കൂടെ കയറി നോക്കുകയാണ്. ചേട്ടൻ നല്ല കാഴ്ച കാണാൻ പറ്റുന്ന തരാം. ഹർഷഭായൊക്കെ പേരും ഫോട്ടോ എടുക്കല്ല കേട്ടോ. ഉണ്ടോ കാഴ്ചനെ ഒപ്പിയെടുക്കാണ്. ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ച ഉണ്ട്. അതിൻ്റെ താഴ്ഭാഗമാണിതാ. വെള്ളം അങ്ങനെ വന്ന് നിൽക്കുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്ന് അങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് വെള്ളം കെട്ടിക്കുന്നത് കാണാം. ഇവിടേക്ക് വെള്ളം വീഴുന്നതാണ് ഈ കാഴ്ച കാണുന്നത്. നമ്മൾ അവിടെ ആൾ നിൽക്കുന്നുണ്ട്. ഇതിനെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചെറുതായി തോന്നാം. അത്യാവശ്യം ഉയരത്തുനിന്നാണ് വെള്ളം വീഴുന്നത്. ഷഫാത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. സെയ്തു കുറച്ചും കൂടെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ട്. സെയ്തു
എന്നാ വേറെ മെമ്പർ നമ്മൾ കൂടെ അങ്ങേ സൈഡ് നിൽക്കുന്നുണ്ട്. കുറച്ചും അടുത്തേക്ക് പോയി നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങനെ പോയാൽ കുറച്ചും അടുത്തേക്ക് എത്താൻ പറ്റും. ആണെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് തൊടാക്കെ പറ്റും തോന്നുന്നുണ്ട്. എപ്പടി ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഇവിടെ കുളിക്കാൻ പറ്റും തോന്നില്ല കേട്ടോ. ഇവിടെ കുളിക്കാൻ പറ്റുന്ന അഭിപ്രായം എനിക്ക് എന്താ അറിയില്ല. കാരണം ഒന്നാമത് വെള്ളത്തിൻ്റെ കളറും അതിൻ്റെ ആകെയുള്ളൊരു കാഴ്ച കണ്ടിട്ട് കുളിക്കാൻ പറ്റിയ കുളത്തിലുള്ള വെള്ളം എന്നല്ല. ഇനി നമുക്ക് ഈ വെള്ളച്ചാട്ടം അടുത്തേക്ക് പോയി നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് അടിപൊളിയാവുമായിരുന്നു. പക്ഷെ അവിടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളത് അത്യാവശ്യം വഴുവഴുപ്പുള്ള പാറകളാണ്. ചിലപ്പോൾ പണി കിട്ടിയെന്ന് വരാം, ഇറങ്ങാൻ സമ്മതിച്ചെന്ന് വരില്ല. ഇവിടെ നിന്നൊരു കാഴ്ച കാണാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരിസരത്തായിട്ട് നിറയെ ആളുകൾ ഫോട്ടോ എടുക്കാനും വെറുതെ തമ്പടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നിറയെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കേട്ടോ. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഈ മലനിരയുടെ കാഴ്ചയാണിത്. നമ്മളെ സഞ്ചാരി ഇജാസ് അവിടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എങ്ങനെ ഇപ്പുറത്തേക്ക് നീന്തി കിടക്കാം എന്നുള്ള ആലോചനയാണ് ആശാൻ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് ഉറൂസില്ലാത്ത വാട്ടർഫാൾസിൻ്റെ കാഴ്ചകൾ ഉണ്ടാവുമല്ലോ. അത്യാവശ്യം കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. താഴെ മുതൽ മുകളിലുള്ള എല്ലാ കാഴ്ച കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വീഡിയോ പെടാത്ത കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ നേരത്തെ കാലത്തെ ഇങ്ങോട്ട് പുറപ്പെട്ടതായിരുന്നു, പക്ഷെ അല്പം വൈകിപ്പോയി. ഷൗക്ക് മുങ്ങുണ്ട് കേട്ടോ. ഷൗക്കോ മുങ്ങല്ലേ? ആര് പിന്നെ എൻ്റെ വോട്ടേജിലുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ അടിപൊളി വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക.